പിടിക്ക്. അവസാനം എല്ലാരും കൂടി നിർബന്ധിച്ചുകൊണ്ടേ കെട്ടിക്കോ? എന്റെ വിവാഹം എന്നത് ചിലരുടെ സ്വപ്നമാണ്. എന്നെ സംബന്ധിച്ച് അതെന്നേ ചത്തു തൊലഞ്ഞൊരു സ്വപ്നമാണ്. വിവാഹത്തെക്കുറിച്ച് ഇവരൊക്കെ എന്താ കരുതിയിരിക്കുന്നേ? ഇന്നേ വരെ പരിചയമില്ലാത്ത ഒരുത്തെ കാണിച്ചു തന്നിട്ട് ഒരു താലി എടുത്ത് കൈ തന്ന് ഇന്നാ കെട്ടിക്കോ എന്ന് പറയുന്നതാണോ വിവാഹം? എടാ, അവളെ നമുക്ക് അറിയണ്ടേ? അവളുടെ സ്വപ്നങ്ങൾ നമ്മുടെ കൂടെ സഞ്ചരിക്കണ്ടേ? അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ കുഴികൊത്തി മൂടിയിട്ട് അതിന്റെ മുകളിലിരുന്ന് പുതിയ വിവാഹാലോചന. അല്ല, ആ പെൺകുട്ടി എങ്ങനെയുണ്ട്? ബെസ്റ്റ് കമ്പനിയാ. വെള്ളമടിക്കാനാണെങ്കിൽ എടാ, ഞാനും നീയൊക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കും. അവക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? പബ്ബിൽ വെച്ച് ഞാൻ മദ്യം മിക്സ് ചെയ്യുന്നതിന്റെ സ്റ്റൈല് കണ്ടിട്ട്. എടാ, ജീവിതത്തിൽ ഇന്നേ വരെ മദ്യപിക്കുന്ന ഒരു സ്റ്റൈല് കണ്ട് പുരുഷനോട് പ്രണയം തോന്നിയ ഒരു പെണ്ണിനെ കുറിച്ച് നീ കേട്ടുണ്ടോ? ഇവിടെ അതാ ഐറ്റം. ചേരേണ്ടത് ചേരുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഇതൊരു വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിർത്ത. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും നീ പറഞ്ഞാൽ നിന്നെ മുഖം ഞാൻ അടിച്ച് പൊളിക്കും. എടാ, ഒറ്റ കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ. എന്റെ കുടുംബത്തിലുള്ള ഒരെണ്ണത്തിനെ നാണം കെടുത്താൻ എനിക്ക് ഒരു വിഷമവുമില്ല. പക്ഷേ എൻ്റെ അച്ഛനുണ്ടല്ലോ, അച്ഛനെ നാണം കെടുത്താൻ എനിക്ക് പറ്റില്ല. അച്ഛൻ തല കുനിച്ചിരിക്കുന്നത് കാണാൻ വയ്യ. പിന്നെ എന്നെ അത്രയ്ക്ക് ഇഷ്ടം അച്ഛന്. ഈ പഴയകാലത്തെ തന്തമാര് പിള്ളേരെ കുറിച്ച് പറയുന്ന സ്വപ്നമില്ലേ, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം, ഇടയ്ക്ക് ഒന്ന് ചേർത്ത് പിടിക്കണം, ഞാൻ മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തൊട്ട് തരണം, അങ്ങനെയൊക്കെ എന്നോട് പറയും അച്ഛൻ. പാവ. പക്ഷേ കല്യാണത്തിന്റെ കാര്യത്തില് അച്ഛന്റെ വേദന പോലും എനിക്ക് നോക്കാൻ പറ്റില്ല. എടാ, സൂര്യക്കൊരു വിവാഹമില്ല, ഈ ജന്മത്തിലില്ല. സൂര്യ, നിന്റെ കൺട്രോള് പോയി. ഇനി ഇവിടെ നിന്നാ പ്രശ്നം. വാ, നമുക്ക് പോവാം. നമുക്ക് നമ്മുടെ തറവാട്ടിലേക്ക് പോടാ. അവിടെ ആവുമ്പോ ആരും ചോദിക്കാൻ വരില്ലല്ലോ. മദ്യം വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചെല്ലുന്നവൻ രാജാവല്ലേ. നീ വാ, ഈ കുപ്പിയെടു. വാ, കമോൺ, വാ, കേറ്, കേറ്. മുൻ മന്ത്രി വിശ്വനാഥന് സ്വീകരണം. കേരള രാജ്യം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ മന്ത്രി വിശ്വനാഥന് സ്വീകരണം. 18/3/2025 രാജധാനി ഓഡിറ്റ്. എന്താടാ? എടാ, ഇതിന്റെ ഭാവി അമ്മായിച്ചനല്ലേ? യെസ്, ദ ഗ്രേറ്റ് ഫോർമർ മിനിസ്റ്റർ വിശ്വനാഥൻ വലിയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന്റെ സ്വീകരണം. അപ്പോഴേ നമ്മൾ അതിൽ പങ്കെടുക്കണ്ടേടാ. എന്തിന്? പങ്കെടുക്കണം. ഇതിനേക്കാൾ നല്ലൊരു അവസരം എനിക്കിനി കിട്ടാനേ ഇല്ല. ഓഡിറ്റോറിയത്തിന്റെ പേരെന്താ? രാജധാനി ഓഡിറ്റോറിയം. എടാ, രാജധാനിയിൽ ഞാനിന്ന് വിശ്വനാഥനെ കുഴിച്ചങ്ങ് മൂടും. വേടാ. വെറും ഒരു പ്രാദേശിക പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന പ്രസ്ഥാനം ഇന്ന് ഒരു ദേശീയ പാർട്ടിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട വിശ്വനാഥൻ സാറാണ്. അദ്ദേഹത്തിന്റെ പ്രയത്നത്തിന് നമ്മളും നമ്മുടെ ഈ നാടും കൊടുക്കുന്ന ആദരവാണ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ചുവടുവയ്പ്. ഇത് കേരള രാജ്യം പാർട്ടിയുടെ ആഘോഷത്തിന്റെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം നടക്കുന്ന സ്വീകരണ സമ്മേളനം ഒരു വമ്പിച്ച വിജയമാക്കാനുള്ള ബാധ്യത നമുക്കേവർക്കും ഉണ്ട്. പുതിയ പ്രവർത്തന മണ്ഡലത്തിൽ വിശ്വനാഥൻ സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മറുപടി പ്രസംഗത്തിനായി അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു.
പുതിയ പുതിയ ഓരോ സ്ഥാനങ്ങളിലെത്തുമ്പോഴും ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇതെന്റെ മാത്രം വിജയമല്ല, ഇതെന്റെ മാത്രം നേട്ടവുമല്ല, നിങ്ങളുടേതു കൂടിയാണ് എന്നാണ്. എന്റെ സ്വകാര്യ ജീവിതത്തിൽ ഉൾപ്പെടെ ഇന്ന് വരെ തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ് ഹാളിലേക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞിട്ട് കേട്ട് തള്ളി മാറ്റി പോന്നതാ. എടോ, തള്ളി മാറ്റി പോകുന്നത് അതിനുള്ള അവകാശമുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചു, വിശ്വനാഥ് സാറിനോട്. എന്താ സർ? ആ സെക്യൂരിറ്റിക്കാരനോട് പോകാൻ പറ. ശരി സർ. എടോ എടോ വിഡ്രോ തൊപ്പിക്കാരൻ പറയട്ടെന്ന്. എന്നാ താൻ ചെല്ലി. താങ്ക് യു. നമസ്കാരം. 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 ഹായ് അങ്കിൾ. ആ, അപ്പോ എന്താ വിശ്വനാഥ് സാർ നിങ്ങളോട് പറഞ്ഞത്? സ്വകാര്യ ജീവിതത്തിൽ അടക്കം ഇന്നേ വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ലേ? അല്ലേ? എന്നാൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ഒരു തെറ്റാണ് ഞാൻ. അയ്യോ, അത്തരത്തിലുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. എന്നെ ഇദ്ദേഹത്തിന്റെ മരുമകനായിട്ട് സെലക്ട് ചെയ്തിരിക്കുക. ഒരേ ഒരു മകളുടെ ഭർത്താവാകാൻ. എന്റെ കണ്ടീഷൻ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഫുൾ ടൈം എങ്ങനെയാ? എന്റെ ജീവിതത്തിൽ ഞാൻ എന്തിനേക്കാളും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും മദ്യത്തിനെയാണ്. മുഴുവൻ സമയവും മദ്യപിക്കുന്ന, സ്വന്തം ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത ഒരുത്തിന് എന്തുകൊണ്ടാണ് മകളെ കെട്ടിച്ചു കൊടുക്കുന്നതെന്ന് ഈ നീതിമാനോട് നിങ്ങളൊന്ന് ചോദിച്ചാട്ടെ. ഉത്തരം പറയണം സാർ. എന്താ സാർ ഇത്? ഇത്തരക്കാരെയാണോ മകൾക്ക് വേണ്ടി സാർ സെലക്ട് ചെയ്തത്?